ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഫേസിലുള്ള ഒട്ടുമിക്ക പ്രോബ്ലംസിനും ഒരു സൂപ്പർ എഫക്റ്റീവ് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഫേസ് ജെൽ ക്രീമാണ്. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. അലോവേറയ്ക്ക് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്നിലുണ്ടാകുന്ന ഏജ് സ്പോട്ട്സ്, ഡിസ്കളറേഷൻസ്, ആക്നി ഇൻഫെക്ഷൻസ് ഇതൊക്കെ മാറ്റാൻ അലോവേറ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് രക്തചന്ദ്രനാണ്. മുഖക്കുരു വന്നതിൻ്റെ പാടുകളൊക്കെ മാറ്റി സ്കിൻ നല്ല ഈവൻ ടോണായിരിക്കാനായിട്ട് രക്തചന്ദ്രന ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണ്ടത് മഞ്ചിഷ്ടയാണ്. ആക്നീസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സ്കിൻ കോംപ്ലക്ഷൻ കളർ ഇംപ്രൂവ് ചെയ്യാനും മഞ്ചിഷ്ട ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണ്ടത് ഇരട്ടി മധുരമാണ്. ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ് മാറ്റാനും സ്കിൻ ലൈറ്റനിങ്ങിനും ഇരട്ടി മധുരം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1 hour റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ചേർത്ത രക്തചന്ദനത്തിൻ്റെയും മഞ്ചിഷ്ടേൻ്റെ ഇരട്ടി മധുരത്തിൻ്റെയും ഒക്കെ തന്നെ അതിൻ്റെ നമ്മുടെ അലോവേറ ജ്യൂസിലേക്ക് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിത് നല്ലൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അത് അരിച്ചു മാറ്റാം. അപ്പോൾ നമുക്ക് ആ ഒരു ജ്യൂസ് മാത്രം കിട്ടും. നമ്മളുണ്ടാക്കുന്ന ആ ഒരു ജെല്ലിന് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡ് ജെല്ലാണ്. ഫ്ലാക്സീഡിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് നമ്മുടെ സ്കിൻ ഡ്രൈയിങ് ആക്കുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിൻ നല്ല ടൈറ്റ് ആയിരിക്കാനായിട്ടും നല്ലൊരു യങ് സ്കിൻ നമുക്ക് കിട്ടാനായിട്ടും ഫ്ലാക്സീഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലൊരു യൂത്ത്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്ലം ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടാനായിട്ട് ഫ്ലാക്സീഡ് ജെൽ നല്ലതാണ്. ഇനി നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫ്ലാക്സീഡ് ജെൽ എടുക്കാം. ഞാനൊരു 3 സ്പൂണോളം ഫ്ലാക്സീഡ് ജെൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെച്ച് നമ്മുടെ അലോവേറയുടെ ആ ഒരു ജ്യൂസ് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. കുറച്ച് വെച്ച് വേണം മിക്സ് ചെയ്യാനായിട്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മുടെ ക്രീം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളങ്ങനെ ചെയ്ത് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആകുമ്പോൾ വീണ്ടും നമ്മൾ ബാക്കി നമ്മുടെ ജ്യൂസർ ആഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് വെച്ച് ആഡ് ചെയ്തിട്ട് നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ജാതിക്ക പൊടിയാണ്. നമ്മുടെ ഫേസിൽ ആക്നീസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ആക്നി സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടും ജാതിക്ക ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ജാതിക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫേസ് ജെൽ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫേസ് ഉണ്ടാകുന്ന ആക്നീസ്, പിഗ്മെൻറ്റേഷൻസ്, അതുപോലെ തന്നെ സ്കിന്നിൽ കുരുക്കൾ വന്നതിൻ്റെ പാടുകൾ ഇതൊക്കെ മാറാനായിട്ട് ഈ ജെൽ ക്രീം ഹെൽപ്പ് ചെയ്യും. ഇതൊരു 15 days വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് രാത്രിയും ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് അലർജറ്റിക് ആണോ എന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക.